നമസ്കാരം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അച്ഛനമ്മമാർ മക്കളോട് പറഞ്ഞിരുന്നത് മക്കളെ നന്നായി പഠിക്കുക, പഠിച്ചൊരു സർക്കാർ ജോലി വാങ്ങിക്കുക എന്നായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങളായി, പ്രത്യേകിച്ചും ശിവരഞ്ജിത്തും നസീമും ഒക്കെ പ്രതികളായ PSC പരീക്ഷാ തട്ടിപ്പ് കേസോടുകൂടി രക്ഷകർത്താക്കൾ മക്കളോട് പറയുന്നത് മക്കളെ നിങ്ങൾ SFIയിലോ DYFIയിലോ ചേരണം, മിക്കവാറും ഏതെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടും. അത് നടന്നില്ലെങ്കിൽ വല്ല സഹകരണ ബാങ്കിലോ അണ്ടി കമ്പനിയിലോ ഒക്കെ പണി വാങ്ങിത്തരും പാർട്ടി. ശരിയാണ്, ഇത്തിരി തൊലിക്കെട്ടി വേണമെന്നേ ഉള്ളൂ. സഖാവാണെന്ന് പറയാൻ ആദ്യമൊക്കെ ഒരു ഉളുപ്പും ചമ്മലുമൊക്കെ തോന്നിയെന്നിരിക്കും. അത് കാര്യമാക്കണ്ട. ഈ പാർട്ടിക്ക് വേണ്ടതും അതാണ്, ഉളുപ്പില്ലായ്മയും നാണവും മാനവും ഇല്ലായ്മയും. ഇത്തിരി നാണം കെട്ടാൽ എന്താണ് കുഴപ്പം? ഭാവി സുരക്ഷിതമായല്ലോ. ഇപ്പോൾ ഈ രീതിയും മാറി. അച്ഛനമ്മമാർ പറയുന്നത് മക്കളെ നിങ്ങൾ സക്കീർ ഹുസൈനെ പോലെ ആവണം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പറഞ്ഞത് തബലിസ്റ്റ് സക്കീർ ഹുസൈനെ പറ്റിയാണെന്നാണ്. അല്ല, CPM ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ. ഏതൊരച്ഛനും അമ്മയും മോഹിക്കും തങ്ങളുടെ മക്കൾ സക്കീർ ഹുസൈനെ പോലെയാകണമെന്ന്. CPMന്റെ ഏരിയ സെക്രട്ടറി പണിയായിരുന്നു സക്കീർ ഹുസൈന്. വളരെ നല്ല സ്വഭാവം, വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം, പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ആദരവോടെ പെരുമാറുന്നത് കണ്ടാൽ ഈ മനുഷ്യനെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊണ്ട് നമ്മുടെ രോമകൂപങ്ങൾ ഒരെണ്ണമില്ലാതെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ സക്കീർ ഹുസൈനെ കുറിച്ച് പറയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം സമ്മതിക്കണ്ടേ? പുള്ളി ഇങ്ങനെയൊക്കെ പെരുമാറിയാലല്ലേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനൊക്കൂ. എനിക്ക് പറയാനുള്ളത് സക്കീർ ഹുസൈനെതിരെ പിന്നെയും പാർട്ടി അന്വേഷണം നടത്താൻ പോകുന്നു എന്നാണ്. പരിധി വിട്ട് നടത്തിയ സേവന പ്രവർത്തനത്തിനാണ് ഇക്കുറി അദ്ദേഹത്തിനെതിരെ പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സൗജന്യമായി ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു ഈ പാവം സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന പച്ചക്കറി പലചരക്ക് കടയിൽ നിന്ന് സൗജന്യമായി ആൾക്കാർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാം. പണം കൊടുത്തേ തീരൂ എന്ന് നിർബന്ധമാണെങ്കിൽ ആ കടയിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, പണം ആ പെട്ടിയിലിടാം. പക്ഷേ ഈ കട കാരണം കോവിഡ് വല്ലാതെ വ്യാപിച്ചു എന്നാണ് പരാതി ഉയർന്നത്. സൗജന്യമായി സാധനങ്ങൾ കൊടുക്കുന്ന കട തുടങ്ങാൻ മുടക്കുമുതൽ വേണമല്ലോ. അതുകൊണ്ട് പുള്ളി ഒരു പിരിവങ്ങ് പിരിച്ചു. ആ പിരിവിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നത്. അതും പാർട്ടിയുടെ അന്വേഷണ പരിധിയിൽ വരും. ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഓരോ ഘടകം നൽകിയിട്ടുള്ളവർ ആ ഘടകത്തിൽ ഒതുങ്ങി നിന്ന് വേണം പ്രവർത്തിക്കണം എന്നാണ് വെയ്പ്പ്. എന്നാൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അടങ്ങാത്ത ആസക്തി കാരണം സക്കീർ ഹുസൈൻ മറ്റു ബ്രാഞ്ചുകളിലും ഇടപെട്ട് പ്രവർത്തിച്ചു. ഇതോടെ പാർട്ടിയിലുള്ളവർ തന്നെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. ഇതിനിടെ സക്കീർ ഹുസൈൻ സമാന്തര പാർട്ടി സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന പരാതിയും ഉയർന്നു. ഘടകതലത്തിൽ അന്വേഷണം നടത്തി താക്കീത് ചെയ്യാനായിരുന്നു ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ ഘടകതല അന്വേഷണം പോരെന്നും പാർട്ടി കമ്മിറ്റി തന്നെ അന്വേഷിക്കണമെന്നും ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കുകയായിരുന്നു. തന്റെ നല്ല നടപ്പുകൊണ്ട് കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനവും എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗത്വവും നഷ്ടപ്പെട്ട സക്കീർ ഹുസൈൻ ഇപ്പോൾ കളമശ്ശേരി യൂണിവേഴ്സിറ്റി കോളനി ബ്രാഞ്ച് അംഗമാണ്. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയായ സക്കീർ ഹുസൈൻ ഒളിവ് ജീവിതമൊക്കെ നടത്തിയിട്ടുണ്ട്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രസ്ഥാനത്തിനെ വളർത്താൻ വേണ്ടിയാണ് ഒളിവിൽ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കിഡ്നാപ്പിങ്ങും ട്രഷറി തട്ടിപ്പും ചോദ്യപേപ്പർ തട്ടിപ്പും കൊലപാതകവും സഹകരണ ബാങ്ക് തട്ടിപ്പും ഒക്കെ നടത്തിയിട്ടാണ് ഒളിവിൽ പോകുന്നത്. മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു മൂന്നാം കിട ഗുണ്ടാ സംഘമായി തരം താഴ്ന്നതിന് ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നില്ല എന്നോർക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രാഥമിക അംഗത്വം പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത പിണറായി വിജയനെ പോലെ ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു CPMന്റെ പതനം. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിലാണ് പാർട്ടി മുമ്പ് സക്കീർ ഹുസൈനെ ശിക്ഷിച്ചത്. ശിക്ഷ എന്ന് വെച്ചാൽ അതികഠിനമായ ശിക്ഷ, 6 മാസത്തേക്ക് സസ്പെൻഷൻ. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്താണ് പാർട്ടി സക്കീർ ഹുസൈനെ ശിക്ഷിച്ചത്. 3 വീടുകൾ ഉണ്ടായിരുന്ന സക്കീർ ഹുസൈൻ 75 ലക്ഷം രൂപ വില പറഞ്ഞ് 4ാമത്തെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താനിരിക്കുമ്പോഴാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചതും അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്തതും. നോക്കണം, ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്ക് എറണാകുളം പോലൊരിടത്ത് 4 വീട് വാങ്ങാമെങ്കിൽ അതും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും EP ജയരാജന്റെയും ഒക്കെ ആസ്തി നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കുക. തന്റെ ഭാര്യയുടെ ശമ്പളവും വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടുകളിൽ നിന്നുള്ള വരുമാനവുമാണ് തന്റെ വരുമാന സ്രോതസ് എന്നാണ് സക്കീർ ഹുസൈൻ പാർട്ടിക്ക് കൊടുത്ത വിശദീകരണം. PK ശശി നടത്തിയത് തീവ്രതയില്ലാത്ത പീഡനമെന്ന് കണ്ടെത്തിയ CPMന് സക്കീർ ഹുസൈന്റെ ഈ വിശദീകരണമൊക്കെ എത്രയോ തൃപ്തികരം. തട്ടിക്കൊണ്ടുപോകുന്നതിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലുമൊന്നും തീരുന്നില്ല സക്കീർ ഹുസൈന്റെ വിക്രിയകൾ. ആദ്യത്തെ ലോക്ക്ഡൌണിൽ റോഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് തട്ടിക്കയറുകയും കളമശ്ശേരി CI അമൃത് രംഗനെ വിളിച്ച ഭീഷണിപ്പെടുത്തിയുമൊക്കെ സക്കീർ ഹുസൈൻ വാർത്തകളിൽ ഇടം നേടിയതാണ്.
എന്തായാലും സക്കീർ ഹുസൈനെ പോലുള്ളവരാണ് CPM-ന്റെ ആണിക്കല്ലുകൾ. കൊടിസുനി, അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി, രജീഷ്, ട്രൗസർ മനോജ്, കിർമാണി മനോജ്, പീതാംബരൻ, ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി ഇവരെ പോലെയുള്ളവരുമാണ് CPM-നെ നിലനിർത്തുന്നതും വളർത്തുന്നതും. CPM എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് വൈപ്പ. അതിൽ ചെറിയൊരു മാറ്റം വരുത്തി ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഉള്ള പാർട്ടി ആയതുകൊണ്ട് ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നോ, ജനങ്ങൾക്ക് എന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് കൺഫ്യൂഷൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്നോ ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയ മാനം, ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്. ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ. ദേശീയതയ്ക്കൊപ്പം.